ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കോവക്കയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത്. ഞാനൊരു തമിഴ് ചാനൽ കണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. അതാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഞാനിവിടെ കുറച്ച് കോവക്ക നന്നായിട്ട് കഴുകിയിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തിട്ടെടുക്കണം. ഞാനിത് നീളത്തിലാണ് ചെയ്യുന്നത് കേട്ടോ. നീളത്തിൽ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിന് മുന്നേ ഇതിൻ്റെ രണ്ട് അറ്റവും നമുക്ക് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഇതിൻ്റെ എല്ലാ രണ്ടറ്റവും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നീളത്തിൽ കനം കുറഞ്ഞ് കട്ട് ചെയ്തിട്ടെടുക്കണം കേട്ടോ. നല്ല കനം കുറഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ കോവയ്ക്കും ഒരേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. എല്ലാ കോവയ്ക്കും ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്ത് വെച്ച കോവയ്ക്ക ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പീനട്ട്സ് ആണ്. അതായത് പച്ചക്കടല, കപ്പലണ്ടി എന്നൊക്കെ പറയും. അത് കുറച്ചെടുത്തിട്ടുണ്ട്. തൊലിയോട് കൂടിയ കപ്പലണ്ടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തൊലിയില്ലാത്തതാണ് കിട്ടിയതെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ തൊലിയുള്ളതാണ് എടുത്തിട്ടുള്ളത്. വറുത്തതിന് ശേഷം ഞാനിതിൻ്റെ തൊലി മാറ്റും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ പീനട്ട് ഞാൻ ഇവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇതിപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് തണുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഒരുതിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളയാം. ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം പെട്ടെന്ന് പോയിക്കൊള്ളും. ഇതാ കണ്ടില്ലേ, ഇതെല്ലാം തൊലിയെല്ലാം കളഞ്ഞെടുത്ത പീനട്സാണ്. നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ വറുത്താലും. സാധാരണ ഇത് മണലിലിട്ടൊക്കെയാണ് വറുക്കാറ്, പക്ഷേ ഡയറക്റ്റ് ഇങ്ങനെ വറുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കണം. നന്നായിട്ട് പൊടിയരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി. നമ്മളിത് ഉപ്പേരി കഴിക്കുമ്പോൾ ഇത് കടിക്കുമ്പോൾ ഈ പീനട്ട്സ് ഇങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മിക്സിയിലിട്ടൊന്ന് മെല്ലെ ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, പൊടിച്ചിട്ടില്ല. ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു കടായി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എണ്ണ എത്തിക്കോട്ടെ. എന്നിട്ട് കുറച്ച് ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. ഉഴുന്നും ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കളർ മാറിയതിന് ശേഷം 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കറി ലീവ്സാണ്. അത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കോവക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാന്ന് കരുതിയിട്ട് കമൻസ് വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നമ്മൾ ചട്ടുകം കൊണ്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ അതിൻ്റെ കോട്ടിങ് പോവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇത് നോൺ സ്റ്റിക്ക് അല്ല കേട്ടോ. ഇത് കല്ല് പോലുള്ളൊരു മെറ്റീരിയലാണ്. ഇതിന് കോട്ടിങ് ഇല്ല. അപ്പം ഇങ്ങനെ റഫായിട്ട് ഉപയോഗിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണൊക്കെ മതി കേട്ടോ. പിന്നെ വേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്, അതും കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കായപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം. പൊടികളെല്ലാം എല്ലാ ഭാഗത്തിലേക്കും എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇനി ഒരു 2-3 മിനിറ്റോളം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. പിന്നെ നമുക്കിത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പൊടിച്ച് വെച്ച പീനട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്രഷ് ചെയ്ത് വെച്ച പീനട്ടെല്ലാം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറഞ്ഞ അളവിൽ എടുത്താൽ മതി കേട്ടോ, ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചിലപ്പോൾ ഉണ്ടാക്കാറുണ്ടാവും, പല രീതിയിൽ ഉണ്ടാക്കാൻ അറിയുന്നവരുണ്ടാവും. താഴെ ഒന്ന് മെൻഷൻ ചെയ്യണേ. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആ കല്ലൊന്ന് കഴുകിയിട്ട് ഞാൻ വെള്ളം അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് വീണ്ടും 1-2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് തേങ്ങയാണ്. തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചതച്ചിട്ടൊന്നുമില്ല കേട്ടോ, ചതക്കേണ്ട ആവശ്യമില്ല. ചതച്ചിട്ട് ഇട്ട് കൊടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂട്ടി ചതച്ചിട്ട് ഇട്ട് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് അങ്ങനെ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചേർക്കുന്നില്ല, കാരണം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു എരിവുണ്ടാകുമല്ലോ. അപ്പോൾ തേങ്ങ മാത്രം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ആവി കയറ്റാം. തേങ്ങൻ്റെ ആ പച്ച ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തേങ്ങ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള കോവയ്ക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു തോരനാണ് കേട്ടോ. എല്ലാവരും എന്നും ഒരേപോലെ ഉണ്ടാക്കുമ്പോൾ വെറൈറ്റി ആയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ട്രൈ ചെയ്തിട്ടൊന്ന് കമൻറ്റ് താഴെ എഴുതി അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടണം. അപ്പോഴുള്ളൂ ഞാൻ ഇതേ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരിക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.